ഒരു മനുഷ്യൻ വിജയിക്കുന്നത് അവനവനെ തന്നെ തിരിച്ചറിയുമ്പോഴാണ്. നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടായില്ലെങ്കിൽ ഒരിടത്തും വിജയം വരിക്കാൻ സാധ്യമല്ല. ദക്ഷിണാഫ്രിക്കയിലെ അത്യാവശ്യം കേസൊക്കെ ഉണ്ടായിരുന്നൊരു വക്കീലായിരുന്നു ഗാന്ധി. അത്യാവശ്യം വലിയൊരു ഓഫീസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചിന്തിച്ചത്, താൻ ഇവിടെ എല്ലാ സുഖസൗകര്യങ്ങളും താമസിക്കുമ്പോൾ തന്റെ നാട്ടിലെ ജനത കഷ്ടപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നു. തന്റെ നാട്ടിലെ ജനങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അവരുടെ മോചനമാണ് തന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 1915 ദക്ഷിണാഫ്രിക്കയിലെ കോപ്പൻഹേഗനിൽ നിന്ന് ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ആദ്യം നടത്തിയത് ഇന്ത്യയെ കണ്ടെത്തുവാൻ വേണ്ടി ഒരു യാത്ര നടത്തുകയായിരുന്നു. ഹിമാലയത്തിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. ഈ യാത്ര പോകുന്ന വഴിയിലാണ് അദ്ദേഹം മധുരയിൽ വെച്ച് വൈഗാ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നത്. മേൽവസ്ത്രമില്ലാത്തതിന്റെ പേരിൽ മേൽവസ്ത്രം ഊരി ഉണക്കാനിട്ടിട്ട് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്ന് കുളിക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോഴാണ് തന്റെ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആവശ്യത്തിന് വസ്ത്രം പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ താൻ ഇത്രയധികം കോട്ടും അതിന്റെ മണ്ടയ്ക്ക് ഓവർകോട്ടും ഒക്കെ ഇട്ട് വക്കീലായി നിൽക്കുന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മേൽവസ്ത്രം ഊരി ആ സ്ത്രീക്ക് കൊടുക്കുന്നത്. അങ്ങനെ തന്റെ മേൽവസ്ത്രം ഊരി ആ സ്ത്രീക്ക് കൊടുത്ത് സ്വയം അർത്ഥനഗ്നനായ ഫക്കീറായി മാറിയ മനുഷ്യനായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അവസാനം 1948 നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുമ്പോഴും ഗാന്ധിജിക്ക് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. ഈ യാത്രയിലാണ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, അല്ലയോ മഹാത്മാവേ, എന്താണ് ജനാധിപത്യം? അതിന് ഗാന്ധി പറഞ്ഞ മറുപടി ഇന്നത്തെ കാലത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും, എല്ലാ വ്യക്തികളും തിരിച്ചറിയേണ്ടതാണ്. ഗാന്ധി പറഞ്ഞു, 10 പേര് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു, അതിലൊരാൾ ജയിക്കുന്നു. ആ ജയിച്ച ആള് തിരിച്ചു വന്ന് ഈ 9 പേരോട് പറയുകയാണ്, നിങ്ങൾ 9 പേരും കൂടി എൻ്റെ കൂടെ ഓടിയത് കൊണ്ടാണ് ഞാൻ ജയിച്ചത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ജയിക്കില്ല. ഒരിക്കലും ഒരാൾ മാത്രം മത്സരിച്ചാൽ 1ാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല. ഒരാൾ 1ാം സ്ഥാനത്ത് എത്തണമെങ്കിൽ അതിന് കൂടെ കുറെ പേരുടെ മത്സരിക്കണം. ഇതാണ് ഗാന്ധി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ വിജയിച്ച ആൾ തിരിച്ചു വന്ന് ആ 9 പേരോട് പറയുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മുടെ ആധുനിക കാലത്ത് എല്ലാവരും വിചാരിക്കുന്നത് തൻ്റെ എന്തോ കഴിവ് കൊണ്ടോ താൻ മാത്രം വളർന്നുകൊണ്ടോ നേടുന്നതാണ് വിജയമെന്നാണ്. ഒരിക്കലുമല്ല. തൻ്റെ കൂടെ കുറെ പേരുടെ ഓടാനുള്ളത് കൊണ്ട് താൻ നേടുന്നതാണ് വിജയം. ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടത് ഇതാണ്.